ഉദയേട്ടൻ പാവമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കക്ഷിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ഒരു സോന. അവളൊരു ഗൾഫുകാരൻ്റെ കൂടെ ഓടിപ്പോയി. അത് പിന്നെ പെണ്ണുങ്ങളോട് മുഴുവൻ അരിശ. ആളെ കാണാൻ നല്ല ഗ്ലാമറാ. മൊത്തത്തിൽ എനിക്ക് അയാളെ അങ്ങ് ബോധിച്ചു. ഞാൻ എന്തോരം ആമ്പിള്ളേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്, പക്ഷെ അവന്മാരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത്. അത് ഞാൻ മാറ്റിത്തരാം. ആ മോഹം മാറ്റി വെച്ചേക്ക്. എന്റെ ഏട്ടനെ വെറുതെ വിട്ടേക്ക്. അല്ലടി, ഞാൻ സീരിയസ് ആയിട്ടാ. ഓ, ഈ ഫീലിങ്സ് ഒക്കെ ഈ ഫേസിൽ വരുമോ? ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കൾച്ചറായും തല്ലിക്കയറ്റി ഈ ചേട്ടന്റെ കൈയും കയറ്റി പോയാലൊന്നും എന്റെ ചേട്ടൻ വീഴില്ല. പിന്നെ ദക്ഷിണ വെച്ച് ശിഷ്യായിക്കൊള്ളൂ. ആണുങ്ങളെ വിളക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ? ഈ സദാശിവൻ നായരുടെ ഭാര്യ ശാന്ത. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നത്. കടക്കണി മൂലമാണോ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്? അതെ. ഉണ്ണിയാർച്ചയും കൂട്ടനും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അയാൾ വല്ല കുറിപ്പടി എഴുതി വെച്ചിരുന്നു? അതൊന്നും എനിക്കറിയത്തില്ല സാറേ. നിങ്ങൾ ആരെയും ഭയക്കുന്നത്? എന്റെ സാറേ, നിങ്ങൾ വന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണാ പിന്നെ എനിക്കിവിടെ കിടക്കപ്രതി കിട്ടത്തില്ല. പോയോരോ പോയി, എനിക്കൊരു പരാതിയുമില്ല. അളിയാ, ഈ വേഷം കെട്ടൽ വെറുതെ ആവൂ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേഷം കെട്ടല്ലേ. ഒടുക്കത്തെ ഐഡിയ. പെണ്ണല്ലേ, വരാതിരിക്കൂ. ഏത് പെണ്ണുങ്ങളാടാ കൃത്യസമയത്ത് വന്ന് അളിയാ, അവള് വരണ വരവ് കണ്ടാ അയ്യോ എത്തിയളിയാ. ഉണ്ടാക്കലടാ പന്നി. ഏട്ടനെ കാണാൻ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാ, ഏത് വേണേ എടുത്തു. നല്ല ചേർച്ചയുണ്ടല്ലോ. അളിയാ, അവളുടെ സാരി എങ്ങനെയുണ്ട് അളിയാ? സാരി ഇല്ലടിയാ. സാരി ഇല്ലേ? തുണിയില്ലാണ്ട് വന്നെ അവള്? തുണിയില്ലാണ്ട് വരാൻ അവള് സണ്ണിലിയോണ. അതല്ലടാ, അവള് പാന്റ് ഇട്ടേക്കണം. പാന്റ്? നടപ്പ് തന്നെ ശ്രദ്ധിക്കണം. ഒരുമാതിരി പുലിമുരുകൻ സ്റ്റൈലല്ല, ഇത്തിരി അടക്കോ ഒതുക്കത്തോടെ. അളിയാ, അവളുടെ നടത്തം എങ്ങനെയുണ്ട്? ജെല്ലിക്കെട്ടിലെ കാള വരണ പോലുണ്ട് അളിയാ. അവളടുത്ത് വരുന്നുണ്ട്, ധൈര്യം കൈവിടണ്ട. ഹലോ, ഞാൻ ഉചിതയുടെ ഫ്രണ്ടാ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, വരൂ. അളിയാ, താൻ വേണ്ട, ബാ. അളിയാ, അല്ല പൊക്കോ. എന്നിട്ട് അവന്റെ അടുത്ത് എത്തി ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്.